മദ്രസകള് നാട്ടിലെ സ്കൂളിലെ മദ്രസ അല്ല, എന്തുകൊണ്ട് ഈ മദ്രസയിലൊന്നും അതായത് അധ്യാപകരായിട്ട് സ്ത്രീകളെ വെക്കാത്തത്? അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി. സംശയമായിരിക്കും. പിന്നെ നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മദ്രസ പഠനം ഉണ്ടല്ലോ, അതായത് നമ്മളെ നാട്ടിലെ മദ്രസകള്, ലോക്കൽ മദ്രസകള്, നാട്ടിലെ സ്കൂളിലെ മദ്രസ അല്ല, എന്തുകൊണ്ട് ഈ മദ്രസയിലൊന്നും അതായത് അധ്യാപകരായിട്ട് സ്ത്രീകളെ വെക്കാത്തത്? അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് കാരണം ഇത് നിസ്സാരാക്കരുത്. കാരണം എന്തുകൊണ്ട് സ്ത്രീകളാക്കാത്തത്? എന്താണ് അതിന്റെ ഒരു ഇത്? കാരണം 100% ഗുണേ ഉള്ളൂ. തീർച്ചയായിട്ടും അല്ലെ, ഗുണേ ഉള്ളൂ. ദോഷങ്ങൾ അവിടെ എവിടെയില്ല, ദോഷങ്ങൾ എവിടെയും വരുന്നില്ല. എന്താണ് എന്റെ അഭിപ്രായം? ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഒരുപാട് മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകളെ, അതായത് 10ാം ക്ലാസ്സും +1ഉം +2 ഒക്കെ പഠിച്ചിറങ്ങുന്ന, പിന്നെ അത് കഴിഞ്ഞ് അഫ്സൽ ഉലമ കോഴ്സുകൾ ഇങ്ങനെ പലതും പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഈ സ്ത്രീകൾക്കൊന്നും പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടുന്നില്ല. കാരണം ഒരു സ്കൂളിലൊക്കെ ഒരു അറബി ടീച്ചർ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം ഞാൻ അതിൽ കാണണം എന്താന്ന് വെച്ചാല്, ഈ ഇത്തരം സ്ത്രീകളെ നമ്മൾ മദ്രസകളിൽ അധ്യാപകരായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇവരോട് ഓരോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടും. അവരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരു പ്രായപൂർത്തിയായ കുട്ടി പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്നുണ്ട് ടീച്ചറെ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനടക്കം ഒരു സൗകര്യം നമ്മൾ സാധാരണ മദ്രസയിൽ ഇല്ല. ഇത് പ്രായപൂർത്തി വലിയ ആണുങ്ങളായിട്ട് മഹിളമാരെ, കാരണം അവർക്ക് ഏത് മഹിളമാരായാലും പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് മഹിളയുടെ അന്യ പുരുഷനാണ്. അവര് ഒരു പരിധിയുണ്ട്, പരിധിയിലൂടെ അത് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കുക. അപ്പൊ ഈ പറഞ്ഞ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാനും ഇതിനൊക്കെ പറ്റും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഇന്ന് നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യമാണ്, എല്ലാ മേഖലകളിലും പീഡനമുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ആ പീഡനം മദ്രസകളിലും നടക്കുന്നുണ്ട്. പക്ഷെ നിരന്തരം എല്ലാ ഭാഗത്തുകളിലും കാണുന്നതാണ്. പക്ഷെ അത് പെൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ള ഒരു സംവിധാനം മദ്രസകളിൽ. കാരണം ചില പെൺകുട്ടികളെ വീട്ടിൽ വന്ന് പറയാനും മടിക്കും രക്ഷിതാക്കളോട്. പക്ഷെ ഈ മദ്രസയിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കമ്മ്യൂണിറ്റി ചെയ്യാനും അവരോട് സംസാരിക്കാനും അവർ ടീച്ചേഴ്സ് ഉണ്ടാവുമ്പോഴേ അത് ഒരു ഗുണം ഉണ്ടാവും. ടീച്ചർമാരോട് അവരോട് പറയാം, കൗൺസിലർമാർ വരുന്നുണ്ട്, അവരോട് പറയാം. പക്ഷെ മദ്രസയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. പിന്നെ കുട്ടികളാവുമ്പോ വേറൊരു കാര്യമുണ്ട്, ഉസ്താദുമാരെ കുരുത്തക്കേട് കെട്ടുമല്ലോ എന്ന് പേടിച്ചിട്ട് പറയാതെ നടക്കുന്ന കുട്ടികളുണ്ട്. ഇത് നിരന്തരമായിട്ട് നമ്മൾ കൊടുക്കുന്ന, രക്ഷിതാക്കൾ കൊടുക്കുന്ന ഒരു താലീമുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്, അത് വേണ്ടതാണ്, അതൊക്കെ. അപ്പൊ കുട്ടികള് ഈ അധ്യാപകരെ കാണുന്നത് മാതാപിതാ ഗുരു ദൈവനാ അല്ലെ. അപ്പൊ കുട്ടികൾ കാണുന്നത് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ദൈവത്തിന്റെ സ്ഥാനം ആയിട്ടാണ് നമ്മൾ അധ്യാപകരെ കാണുന്നത്. ആ അധ്യാപകരെ കുറിച്ച് ഞാനിപ്പോ ഇത് പറഞ്ഞ എവിടെയെങ്കിലും ഒരു മദ്രസയിൽ എന്തെങ്കിലും നടന്ന സമൂഹത്തിലുള്ള എല്ലാ മദ്രസകളും എല്ലാ ഈ നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റി മറുപടി പറയുന്ന അവസ്ഥയാണ്. അതിനൊരു സൊല്യൂഷനും അതിനൊരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. മദ്രസ പീഡനത്തിന്റെ ഒരു വാർത്ത വന്നാൽ അതിന്റെ താഴെ പോയി കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ചാൽ എല്ലാ മുസ്ലിങ്ങളും. പക്ഷെ എന്ന് വിചാരിച്ച് എല്ലാ മദ്രസയും മോശമാണ്, അല്ലെങ്കിൽ എല്ലാ ഉസ്താദുമാരും മോശമാണല്ല. ഈ സ്കൂളിലും വീട്ടിലും ബസ്സിലും കോളേജിലും ഒക്കെ നടക്കുന്ന സൊല്യൂഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. വലിയ പണ്ഡിതന്മാരും വലിയ വിദഗ്ധന്മാരൊക്കെ ഇതിലുണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്യാത്ത ഒരു ഐഡിയ. അടുത്തൊരു കാര്യം എന്താണെന്ന് അറിയാം, കാലഘട്ടം ഇത്രയും ഡെവലപ്പായ, ഇത്രയും ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് മദ്രസകളിലൊക്കെ ഒരു CCTV സംവിധാനം വെച്ചുകൂടാ? തീർച്ചയായിട്ടും CCTV മദ്രസയിൽ ഉണ്ട്. പക്ഷെ അത് എല്ലാ മദ്രസയിലും നിർബന്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്കൂളിലായാലും മദ്രസയിലായാലും ഗവൺമെന്റ് കൂടുതൽ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിർബന്ധപരമായിട്ട് ചെയ്യണം എന്ന് എന്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്യണം. എല്ലാ സ്കൂളിലും എല്ലാ മദ്രസയിലും തീർച്ചയായിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓക്കെ. അപ്പൊ എത്തേണ്ടടുത്തേക്ക് എത്തട്ടെ. അസ്സലാമു അലൈക്കും.